എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നിങ്ങൾ നോക്കണം. GK പാർട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരേപോലെ ആയിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളത് എല്ലാം നോക്കിയിട്ട് പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്കുള്ള ഊർജ്ജം. അപ്പോഴാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി എനിക്ക് താല്പര്യമുണ്ടാകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പിംഗ് വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഫസ്റ്റ് വൺ, ഭരണവർഗത്തെ അട്ടിമറിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭം. ഇത് 1850 മുതൽ 1864 വരെ നീണ്ടുനിന്നു. 16 പ്രവിശ്യകളിൽ വ്യാപിക്കുകയും 600-ലധികം നഗരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. മൂന്നാമത്തെ എന്താ പറഞ്ഞാൽ, ഇത് ചൈനയെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അതായത് രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ളത്, 1ഉം 2ഉം. അതായത് എ എന്നുള്ള ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫ്രഞ്ച് വിപ്ലവം ഒരു നീണ്ട സാമൂഹിക വിപ്ലവത്തിന്റെ കിരീട നേട്ടമാണ്. അത് ബൂർഷ്വാസിയെ ലോകത്തിന്റെ വിഷയമാക്കി മാറ്റി. 1789 1794 വിപ്ലവം ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ആധുനിക സമൂഹത്തിൽ മുതലാളിത്തത്തിന്റെയും ബൂർഷ്വായുടെയും വരവ് അടയാളപ്പെടുത്തി. ഇത് ഫ്രാൻസിലെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ചു. ആൻസർ സി ആണ്, അതായത് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഹിംസയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ ഒരു തത്വമായിരുന്നു. CR ദാസ്, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ പട്ടേൽ, ആചാര്യ നരേന്ദ്രദേവ് എന്നിവർക്ക് ഇത് നയപരമായ കാര്യമായിരുന്നു. അഹിംസാത്മകമായ സമരരീതികൾ സ്വീകരിച്ചത് ബഹുജന പങ്കാളിത്തത്തെ അപ്രാപ്യമാക്കി. ആൻസർ ബി ആണ്, അതായത് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ശരിയായത്? എഴുപത്തിരണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ചേർന്ന് 1885 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. വിരമിച്ച ഇംഗ്ലീഷ് ICS ഉദ്യോഗസ്ഥനായ AO ഹ്യൂം അതിന്റെ രൂപീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ ചോദ്യത്തിനു ചുറ്റും ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഒരു മിഥ്യ, സുരക്ഷാ വാൽവിന്റെ മിത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവയിൽ എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തെ സംബന്ധിച്ച് ശരിയായത്? 1981 ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. 1970 അവസാനത്തെ ശരാശരി വരുമാനം അനുസരിച്ച് ഇന്ത്യയിലെ 30ഓളം സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ സംസ്ഥാനത്തിലായിരുന്നു കേരളം. 1922 സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 50-60% കൂടുതലായിരുന്നു. ഈ ചോദ്യം അവര് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ യാത്രാ വിവരണത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? GP പിള്ളയുടെ ലണ്ടനും പാരീസും, മാർത്തോമസ് കുര്യാളശ്ശേരിയുടെ റോമായാത്ര, മാർത്തോമസ് കുര്യാളശ്ശേരിയുടെ രണ്ടാം റോമയാത്ര. ആൻസർ ഡി, GP പിള്ളയുടെ ലണ്ടനും പാരീസും, മാർത്തോമസ് കുര്യാളശ്ശേരിയുടെ റോമയാത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് അന്തരീക്ഷത്തിന്റെ താഴത്തെ ഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ആൻസർ ഡി, ഹോമോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രോപ്പോഗ്രാഫിക് മാപ്പിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായവ? ഒരു ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പ് നിർമ്മിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർവേ ഓഫ് ഇന്ത്യക്കാണ്. 1:2
10 ലക്ഷം സ്കെയിൽ 1,000,000 ഷീറ്റ് എന്നറിയപ്പെടുന്നു. 1:50,000 സ്കെയിൽ കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആണ്. മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വിപുലീകരണം 1 ഡിഗ്രി × 1 ഡിഗ്രിയാണ്. ഇതിൽ ശരിയായവയാണ് ചോദിക്കുന്നത്. അതായത് 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യയിലെ വലിയ സമതലത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ തിരിച്ചറിയുക. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അലൂവിയൽ ട്രാക്ട് 8-16 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ ബെൽറ്റാണ് ബാബർ. അരുവികളുടെ പുനർജനനത്താൽ അടയാളപ്പെടുത്തിയ ഒരു ചതുപ്പ് നിലമാണ് തെറായി. വെള്ളപ്പൊക്ക സമതലത്തിന് മുകളിലുള്ള പുതിയ അലൂവിയം കൊണ്ടാണ് ഭംഗർ നിർമ്മിച്ചിരിക്കുന്നത്. ആൻസർ ഡി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള വസ്തുതകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? പെറു തീരത്ത് ദൃശ്യമാകുന്ന ഇടുങ്ങിയ ഊഷ്മള പ്രവാഹമാണ് എൽ നിനോ. ഭൂമധ്യരേഖയ്ക്ക് സമീപം തെക്കുകിഴക്കൻ വ്യാപാരക്കാറ്റും വടക്കുകിഴക്കൻ വ്യാപാരക്കാറ്റും ചേരുന്ന സ്ഥലത്തെ ITCZ എന്ന് വിളിക്കുന്നു. ഏകദേശം 12 കിലോമീറ്റർ ഉയരത്തിൽ മധ്യ അക്ഷാംശത്തിൽ കാണപ്പെടുന്ന അതിവേഗ വായുവിന്റെ ഒരു ബാൻഡാണ് ജെറ്റ് സ്ട്രീം. തെളിഞ്ഞ ആകാശവും സുഖകരമായ കാലാവസ്ഥയും കുറഞ്ഞ ഈർപ്പവും തണുത്ത കാലാവസ്ഥയുടെ സ്വഭാവ സവിശേഷതകളല്ല. ആൻസർ ഡി ആണ്. തെളിഞ്ഞ ആകാശവും സുഖകരമായ കാലാവസ്ഥയും കുറഞ്ഞ ഈർപ്പവും തണുത്ത കാലാവസ്ഥയുടെ സ്വഭാവ സവിശേഷതകളല്ല എന്നുള്ളതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചെങ്കൽ മണ്ണിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ തെറ്റായിട്ടുള്ളത് ലാറ്ററൈറ്റിനോടൊപ്പം കാറ്റനറി ക്രമത്തിൽ ഈ മണ്ണ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാപൂർ കണ്ടി അണക്കെട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന്? ആൻസർ ബി ആണ്. രവി നദിയിലാണ് ഷാപൂർ കണ്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ് സോഷ്യലിസത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മാർക്കറ്റ് സോഷ്യലിസം എന്ന പദം സൃഷ്ടിച്ചത് പ്രൊഫസർ ഓസ്കാർ ലാംഗ് ആണ്. മാർക്കറ്റ് സോഷ്യലിസത്തിന്റെ ആദ്യ പരീക്ഷണം തുറന്ന വാതിൽ നിയമമാണ്. ഇന്ത്യ ആദ്യം തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചു. മാർക്കറ്റ് സോഷ്യലിസം സാമ്പത്തിക ദുരുപയോഗത്തിന്റെ രാഷ്ട്രീയ വീഴ്ചയാണെന്ന് വിദഗ്ധർ കരുതുന്നു. ആൻസർ ഡി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുമേഖലാ ബിസിനസ് അവരുടെ സ്റ്റോക്കിന്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്നതിനെ പറയുന്ന പേരെന്ത്? ആൻസർ എ, നിക്ഷേപം പിൻവലിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പോ നിരക്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? റിപ്പോ നിരക്ക്. ആൻസർ ഡി ആണ്. അതായത് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. പിന്നെ റിപ്പോ എന്ന പദത്തിന്റെ അർത്ഥം റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യവ്യാപകമായി GST എന്ന ആശയം ആദ്യം നിർദ്ദേശിച്ച ടാക്സ് ഫോഴ്സ് ഏതാണ്? ആൻസർ എ, കേൽക്കർ ടാക്സ് ഫോഴ്സ് ഓൺ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ 2000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GSTയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. ഒരു രാജ്യം ഒരു നികുതി, ലക്ഷ്യസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള നികുതി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഓൺലൈൻ കംപ്ലയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മാർച്ച് 11 ഇന്ത്യ ഡാഷുമായി ഒരു സുപ്രധാന സ്വാതന്ത്ര്യ
സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു? ആൻസർ ബി ആണ് EFTA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയെ നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെയുള്ള സംരക്ഷണമായി താഴെ പറയുന്ന റിട്ട് പരിഗണിക്കപ്പെടുന്നു? ആൻസർ ബി ആണ് ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ താൽപര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുവാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ സി ആണ് ആർട്ടിക്കിൾ 249. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ അന്വേഷണ ഏജൻസി NIA ആക്ട് 2008 എതിരെ താഴെ പറയുന്ന ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ SCEയിൽ ആർട്ടിക്കിൾ 131 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്തത്? പോലീസും പബ്ലിക് ഓർഡറും സംസ്ഥാന വിഷയങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള ആത്യന്തിക അധികാരം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടെന്നും പറയുന്നത്? ആൻസർ ഡി, ഛത്തീസ്ഗഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്തത്? കമ്മീഷൻ നിയമസഭ, ലോകസഭ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 321 ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. ഇതിലേതാണ് ശരി അല്ലാത്തത്? ആൻസർ സി ആണ് 1ഉം 3ഉം ആണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകൾക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു? തമിഴ്, മലയാളം, ഒഡിയ, കന്നഡ. ആൻസർ ഡി ആണ് എല്ലാത്തിനും ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചതാണ്. തമിഴ്, മലയാളം, ഒഡിയ, കന്നഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്നുവരെ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ എ, അശ്വീർ W. ഗജ്ബിയെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ അഭയകിരണിന്റെ ഗുണഭോക്താക്കൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എ, നിരാലംബരായ വിധവകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് അവര് ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള IWDMK എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഡി, ചടയമംഗലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി കേരള 2010 പ്രകാരം ദുരന്തങ്ങൾ എന്നതിന്റെ നിർവചനത്തിന് കീഴിൽ വരുന്ന അപകടങ്ങൾ ഏതാണ്? ജലകാലാവസ്ഥ ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ജൈവികമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. ഇതിൽ ഏതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി കേരള 2010 ദുരന്തങ്ങൾ എന്ന് പറയുന്നത്? ആൻസർ ഡി ആണ് ഇതെല്ലാം ശരിയാണ്. ജലകാലാവസ്ഥ ദുരന്തങ്ങള്, ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട ദുരന്തങ്ങള്, ജൈവികമായി ബന്ധപ്പെട്ട ദുരന്തങ്ങള്, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ KSLM 8 ജില്ലകളിലെ തീരദേശ ആദിവാസി ആധിപത്യ പ്രദേശങ്ങളിൽ വിവരവും സ്വതന്ത്രവുമായ പൗരന്മാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി ഏതാണ്? ആൻസർ എ, പൗരധ്വനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. 1967 രൂപീകരിച്ചത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. ഇതിൽ തെറ്റാണ് ചോദിക്കണേ. അപ്പോ
3 മാത്രമാണ് തെറ്റ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാരിന് എല്ലാ നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികളും അടയ്ക്കുവാനുള്ള അവസരം പൗരന്മാർക്ക് നൽകുന്ന കേരള സർക്കാർ ഇ ഗവേണൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് സംവിധാനമാണ് അവതരിപ്പിച്ചത്? ആൻസർ സി ആണ്, ഫ്രണ്ട്സ്. FRIENDS, ഫ്രണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ബി, തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 26/8/2010 മുതൽ നിലവിൽ വന്നു. രജിസ്ട്രാർ ട്രിബ്യൂണലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനാണ്. രജിസ്ട്രാറെ സഹായിക്കാൻ 3 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്. ആൻസർ ബി ആണ്, 1, 2, 3 ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ താഴെ പറയുന്നവരിൽ ആരാണ് സബോർഡിനേറ്റ് നിയമനിർമ്മാണ സമിതിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ആൻസർ എ, അസംബ്ലി സ്പീക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആരാണ് ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന പുസ്തകം എഴുതിയത്? ആൻസർ എ, കെ ജോർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന കേരളത്തിലെ ജില്ലകളിൽ സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? ആൻസർ ഡി, ഇടുക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ അസ്ഥിയുടെ പേര്? ആൻസർ ബി ആണ്, തുടയെല്ലാണ് ഏറ്റവും വലുത്. ചെറുത് എന്താണ്? സ്റ്റേപ്പിസ് എന്നാണ് പറയാം. സ്റ്റേപ്പിസ് അതായത് ചെവിയിലുള്ള ഒരു എല്ലാണ്. താഴെ പറയുന്ന വിറ്റാമിനുകളെ അവയുടെ കുറവുകളുടെ രോഗങ്ങളുമായി ചേരുംപടി ചേർക്കുക. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് ഏതാണ്ടാവണത്? നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നത്. വിറ്റാമിൻ B12ന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നത് അനീമിയയാണ്. വിറ്റാമിൻ സി എന്താണ്? സ്കർവിയാണ്. വിറ്റാമിൻ ഡി ആണ് റിക്കറ്റ്സ്. അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രോഗത്തെ അവയുടെ കാരണങ്ങളുമായി ചേരുംപടി ചേർക്കുക. കോളറ, ഡെങ്കിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്, ഹെപ്പറ്റൈറ്റിസ് എ. അപ്പോൾ കോളറ ഏതാണ്? വാട്ടർ ബോൺ ആണ് അല്ലേ? പിന്നെ ഡെങ്കിപ്പനി എന്താണ്? വെക്ടർ ബോൺ. പിന്നെ ലെപ്റ്റോസ്പൈറോസിസ് സൂനോട്ടിസ്. ഹെപ്പറ്റൈറ്റിസ് എ ഫുഡ് ബോൺ. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് നൽകുക. ആൻസർ ബി, സ്പെക്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്പോകൈനറ്റിസ് ഡിസീസ് എന്നത് നിഷ്ക്രിയത്വം മൂലമുള്ള രോഗം അല്ലെങ്കിൽ ശീലമായ പ്രവർത്തനത്തിന്റെ താഴ്ന്ന നിലയാണ്. ഹൈപ്പോകൈനറ്റിക് ഡിസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരോഗ്യത്തിന്റെ അളവുകൾ? ആൻസർ എ ആണ്, അതായത് ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികം, ആത്മീയം, തൊഴിൽപരം, ഇതെല്ലാം കൂടിയിട്ടാണ് ആരോഗ്യത്തിന്റെ അളവുകൾ പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാങ്കേതിക വിദ്യയും ഭാരതീയ ഭാഷയും സമർപ്പിച്ച കേന്ദ്ര മന്ത്രാലയം ഏത്? ആൻസർ സി, വിദ്യാഭ്യാസ മന്ത്രാലയം. ഏതാണ് ബയോട്രിക്? ആൻസർ എ, മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് വസ്തുക്കൾ ഒരേ ദൂരമുള്ള വൃത്താകൃതിയിലുള്ള പാതകളിൽ നീങ്ങുന്നു. അവയുടെ കാലഘട്ടങ്ങൾ 1:2 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ അവയുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എത്ര അനുപാതത്തിലായിരിക്കും? ആൻസർ സി ആണ്, 4:1. താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ശക്തികളുടെ സ്വഭാവം പരിഗണിക്കാതെ തന്നെ ന്യൂട്ടന്റെ 3-ാം ചലന നിയമം ബാധകമാണ്. പ്രവർത്തനവും പ്രതികരണവും എല്ലായ്പ്പോഴും രണ്ട് വ്യത്യസ്ത ശരീരങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തനത്തിന്റെയും പ്രതികരണത്തിന്റെയും ശക്തി പരസ്പരം റദ്ദാകുന്നു. ഒരു പ്രതികരണത്തിന്റെ അഭാവത്തിൽ ഒരു പ്രവർത്തനവും സംഭവിക്കില്ല. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. അതായത് പ്രവർത്തനത്തിന്റെയും പ്രതികരണത്തിന്റെയും ശക്തി പരസ്പരം റദ്ദാക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബി എന്നുള്ളതാണ് ആൻസർ. നീളമുള്ള ഒരു സിലിണ്ടർ ഗ്ലാസ് പാത്രത്തിന്റെ അടിയിൽ 6 ദൂരത്തിന്റെ ഒരു ചെറിയ ദ്വാരമുണ്ട്. ആഴത്തിലുള്ള ജലസ്നാനത്തിൽ വെള്ളം കയറാതെ പാത്രം ലംബമായി താഴ്ത്താൻ കഴിയുന്ന ആഴം എന്നത് ഡാഷ്. ഉപരിതല പിരിമുറുക്കവും, അതായത് സർഫസ് ടെൻഷൻ, ജലത്തിന്റെ സാന്ദ്രതയും യഥാക്രമം ടിയും റോയും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ സി ആണ്, 2 ആണ്. 2 T/PRG. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ കണ്ടെത്തൽ എന്തിന്റെ അസ്തിത്വത്തിന് തെളിവ് നൽകി? ആൻസർ എ, തമോദ്വാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്, അവര് PSC-കാര് ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പ്രതിപ്രവർത്തനം ഉള്ള ലോഹം? ആൻസർ ബി, ബെറീലിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pH-നെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുടെ സാന്ദ്രത pH അളക്കുന്നു. pH ഒരു ലോഗരിതമിക് സ്കെയിലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ 0.01 m ലായനിയുടെ pH -2 ആണ്. ആൻസർ സി ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടുപിടുത്തം നടത്തിയ പട്ടണത്തിന്റെ പേരിൽ ഉള്ള ആറ്റോമിക നമ്പർ 115 ഉള്ള സിന്തറ്റിക് മൂലകത്തിന്റെ രാസചിഹ്നം ഏതാണ്? ആൻസർ ഡി, MC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാളി നാടകം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നാടൻ കലാരൂപത്തിന്റെ പേര്? ആൻസർ ഡി, മുടിയേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുമാരനാശാന്റെ ഏത് കവിതയാണ് 2023 ശതാബ്ദി ആഘോഷിച്ചത്? ആൻസർ ബി, കരുണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആൻസർ ബി, ജെ ദേവിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം? ആൻസർ സി, ഗോവ. ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എപ്പോഴാണ്?
ആൻസർ എ മാർച്ച് 3, 4, 1924. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ്? ഫാലി എസ് നരിമാൻ. ഫാലി എന്നും പറയാറുണ്ട്. ഫാലി എസ് നരിമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി? നാഗ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ഫംഗ്ഷനുകളിൽ ഏത് OSI ലെയർ ഉത്തരവാദിയാണ്? ആൻസർ ബി ആണ്, പ്രസന്റേഷൻ ലെയർ. ഓരോന്നിനും 1 KB വലുപ്പമുള്ള 32 സെഗ്മെന്റുകൾ ഉണ്ടെങ്കിൽ ലോജിക്കൽ വിലാസത്തിൽ എത്ര ബിറ്റുകൾ ഉണ്ടായിരിക്കണം? ആൻസർ എ ആണ്, 15 ബിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷൻ വിശദാംശങ്ങൾ സംഭരിക്കാൻ ബാറ്ററി പവർ ഉപയോഗിക്കുന്ന ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഡി, CMOS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത? പ്രീതി രജക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ആൻസർ സി, AIRAWAT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2012 കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സേവനങ്ങൾ നൽകുന്നത് ആർക്കാണ് ഉത്തരവാദിത്തം? ആൻസർ ബി, നിയുക്ത ഓഫീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണം ആക്ട് 2019 ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ നിർവചനത്തിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക ഐഡന്റിറ്റികൾ ഏതൊക്കെയാണ്? ആൻസർ എ, ഹിജ്റ, കിന്നർ, അരവാണി, ജോഗ്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2013 ജോലി സ്ഥലത്തെ സ്ത്രീകളുടെ ലൈംഗികാതിക്രമം തടയൽ നിരോധനം പരിഹാരം നിയമം അനുസരിച്ച് ജീവനക്കാർക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ബി, തൊഴിൽ തരമോ പേയ്മെന്റ് രീതിയോ പരിഗണിക്കാതെയാണ് പരിരക്ഷ നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിൽ നൽകിയിരിക്കുന്ന നിർവചനം അനുസരിച്ച് ഭിക്ഷാടനം ഉൾപ്പെടുന്നത്? ആൻസർ സി, ഭിക്ഷ അഭ്യർത്ഥിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുക, വൈകല്യങ്ങൾ വെളിപ്പെടുത്തുക. 2003 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിയമത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഏത് വ്യവസ്ഥയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് അന്വേഷണ കാലാവധി നീട്ടാൻ കഴിയുക? ആൻസർ ബി, 6 മാസത്തെ അധിക കാലയളവിലേക്ക് മാത്രം രേഖാമൂലം രേഖപ്പെടുത്തിയ കാരണങ്ങളാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം പാസാക്കിയ വർഷം? ആൻസർ ഡി, 2007. അടുത്തത് മാത്സ് ആണ്. മാത്സ് നമ്മൾ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.